വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയുമായാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധികം പഴുക്കാത്ത 4 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടുതൽ പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഈ വിധത്തിൽ പഴുത്ത പഴം എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നടു ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ സൈഡിലുള്ള നൂലെല്ലാം നമ്മൾ എടുത്തു കളയുക. പിന്നീട് പഴം ഞാനിവിടെ രണ്ടായി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ശേഷം ആ സെൻറ്ററിലുള്ള ബ്ലാക്ക് പോർഷൻ ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആവുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബ്ലാക്ക് പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം പഴത്തിൻ്റെ പീസെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായി സ്റ്റീമറിൽ വെള്ളം എടുത്ത് ഞാൻ നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സ്റ്റീമറിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഴത്തിൻ്റെ പീസുകളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ പീസ് എല്ലാം നന്നായി നിരത്തി വെച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പഴം കട്ട് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇത് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല ചൂടിൽ തന്നെ ഇത് നന്നായി മാഷാക്കി എടുക്കുക. നല്ല ചൂടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മാഷായി കിട്ടുന്നതാണ്. പിന്നീട് ഏകദേശം ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പഴത്തിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായി ഉടച്ച് തന്നെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉന്നക്കായ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നന്നായി ഇത് കുഴച്ചതിന് ശേഷം ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവി ഇതിവിടെ കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ നീരെല്ലാം വലിയുന്ന വിധത്തിലൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരമെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനൊപ്പം വേണമെങ്കിൽ 2 മുട്ട ഉടച്ച് ചേർത്ത് മുട്ടയും കൂടി ചേർത്തിട്ടുള്ള പണ്ടം തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നീട് കയ്യിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളയെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പഴത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന വിധത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. കാരണം കൂടുതൽ കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഫിൽ ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് നിറയ്ക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക.
അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയുടെ ഈ ഒരു പോർഷനിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും ഓരോ ഉരുളയായി എടുത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തുന്ന സമയത്ത് നിങ്ങൾ പഴം എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൂടുതൽ പഴത്തിൻ്റെ ടേസ്റ്റ് ആവും നമ്മുടെ ഉന്നക്കായയ്ക്ക്. അതുകൊണ്ട് നന്നായി പരത്തിയതിന് ശേഷം നമ്മൾ ഈ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം ആദ്യം തന്നെ സൈഡെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് കൈവെള്ളയിൽ വെച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് കൈയുടെ ഈ ഒരു പോർഷനിൽ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് എല്ലാ ഉന്നക്കായയും ഇതേ ഷേപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പ്ലേറ്റിനകത്തേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടിയിലേക്ക് ഉന്നക്കായ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ചേർത്ത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ നിന്നും ഓരോ പീസ് ഉന്നക്കായ ഞാൻ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പാത്രമായതുകൊണ്ട് ഒരേ സമയം 3 ഉന്നക്കായ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള ഉന്നക്കായെ ഓരോന്നോരോന്നായി ഇതിനകത്തേക്ക് ചേർത്ത് ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് തിരിച്ചിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള ഉന്നക്കായ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് ഈ മെത്തേഡിൽ ഉന്നക്കായ തയ്യാറാക്കുന്നത് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ 2 മെത്തേഡിലും ഉന്നക്കായ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഈസിയായി തോന്നിയിട്ടുള്ളതും ഇഷ്ടപ്പെട്ടതും ഈ രീതിയിൽ തയ്യാറാക്കിയപ്പോഴാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.